നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാറ് മൂലം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് നാവികസേനയുടെ F-35B യുദ്ധവിമാനം നന്നാക്കാൻ സാധിക്കില്ല എന്ന് റിപ്പോർട്ട്. വിമാനം അറ്റകുറ്റപ്പണി ചെയ്യാൻ കഴിയില്ല എന്നും പൊളിച്ചു മാറ്റാൻ സാധ്യതയുണ്ടെന്നുമാണ് ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനം പൊളിച്ചു അതിന്റെ ഭാഗങ്ങൾ കൊണ്ടുപോകുന്നതിനായി ബ്രിട്ടീഷ് നാവികസേന ഒരു വലിയ വിമാനം അയക്കുന്നുണ്ടെന്നും വിമാനത്തിന്റെ പാർക്കിംഗ്, ഹാങ്ങർ ഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ കുടിശ്ശികകളും ബ്രിട്ടൻ ഇന്ത്യക്ക് നൽകുമെന്നും ഉറപ്പ് ആക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വിമാനത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ ബ്രിട്ടൻ പൊളിച്ചുകൊണ്ടു പോകുമെന്ന് വ്യക്തമായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി UK-യിൽ നിന്നും പ്രത്യേക സംഘത്തെ അയച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. HMS പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ $110 മില്യൺ വില വരുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് വിമാനമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത്. ജൂൺ 14-ന് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. ലാൻഡിംഗിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B പരസ്യത്തിൽ ഉൾപ്പെടുത്തി കേരള ടൂറിസം രംഗത്തെത്തിയിരുന്നു. കേരളം അതിമനോഹരം, വന്നാൽ ഇവിടം വിട്ട് പോകാൻ പോലും തോന്നുന്നില്ല എന്ന ക്യാപ്ഷനോടുകൂടിയായിരുന്നു പരസ്യം ടൂറിസം പങ്കിട്ടത്. അതേസമയം കൂറ്റൻ ജെറ്റിൽ കയറ്റി അയക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണ്. ബ്രിട്ടൻ C-17 ഗ്ലോബൽ മാസ്റ്റർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ജെറ്റ് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് തേടുന്നത്. ഒരു ഫൈറ്റർ ജെറ്റിനെ ഇത്തരത്തിൽ കയറ്റി അയക്കുന്നത് അത്യപൂർവമായ നടപടിയാണ്. ജൂൺ 15-നാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ F-35 യുദ്ധവിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ഹൈഡ്രോളിക് സംവിധാനത്തിൽ പിഴവ് പരിഹരിക്കാനാകാത്തതിനെ തുടർന്ന് വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് നീക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുദ്ധവിമാനത്തിന്റെ പ്രശ്നങ്ങൾ പരിശോധിക്കാനായി വിദഗ്ധ സംഘം വൈകാതെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ബ്രിട്ടൻ വ്യക്തമാക്കിയത്. വിമാനം നിർമ്മിച്ച കമ്പനിയുടെ എഞ്ചിനീയർമാരും ഇതിൽ ഉണ്ടാവുന്നുണ്ട്. അവർ എത്തുന്നതോടുകൂടി പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് വിമാനം കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. ലോകത്തെ ഏറ്റവും ചെലവേറിയ വിമാനമാണ് അമേരിക്കൻ നിർമ്മിത F-35B. അതിനാൽ തന്നെ ഇതിന്റെ സാങ്കേതിക വിദ്യകൾ മറ്റാരെങ്കിലും പരിശോധിക്കുമോ എന്ന് ബ്രിട്ടൻ ഭയക്കുന്നുണ്ട്. അതിനാലാണ് ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റണമെന്ന എയർ ഇന്ത്യയുടെ വാഗ്ദാനം റോയൽ നേവി ആദ്യം നിരസിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന സംയുക്ത അഭ്യാസം പൂർത്തിയാക്കിയ ബ്രിട്ടന്റെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു വിമാനമാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും എന്നുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും കണ്ടറിഞ്ഞ് തന്നെ കാണാം.